ഹായ് ഓൾ, അടുത്ത ടോപ്പിക്കാണ് പ്രിഡിസസേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രിഡിസസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിഡിസസേഴ്സ് എന്ന് പറഞ്ഞാൽ മുൻഗാമികൾ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മുൻഗാമികളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയാൻ പോകുന്നത്. ലെറ്റ് us എക്സാമിൻ ദി ഹിസ്റ്ററി ദാറ്റ് ലെഡ് ടു ദി ഫോർമേഷൻ ഓഫ് ദി ഐഡിയ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നിർമ്മിക്കാമെന്ന് ഐഡിയ വരുന്നത് ഒരൊറ്റ ദിവസം കൊണ്ടല്ല, അത് കുറേ വർഷങ്ങൾ എടുത്തിട്ടാണ് ആ ഒരു ഐഡിയയിലേക്ക് എത്തുന്നത്. അപ്പം ആ ഒരു ഐഡിയ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതാണ്, എന്തൊക്കെയാണ് ആ ഐഡിയയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പം കോഡ് ഓഫ് ഹമ്മുറാബി. കോഡ് ഓഫ് ഹമ്മുറാബി എന്ന് പറഞ്ഞാൽ എന്താ? ഹമ്മുറാബിയുടെ നിയമ കോഡിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കും, ആരാണ് ഈ ഹമ്മുറാബി? ആരാണ് ഹമ്മുറാബി? ഹമ്മുറാബി എന്ന് പറയുമ്പോൾ പുരാതന ബാബിലോണിൻ്റെ രാജാവായിരുന്നു ഹമ്മുറാബി. അപ്പം ഈ ഹമ്മുറാബി എന്ത് ചെയ്തു? ഒരു നിയമ കോഡ് കൊണ്ടുവന്നു. ഈ ഹമ്മുറാബിയുടെ നിയമകോഡാണ് ലോകത്തിലെ ഏറ്റവും പഴയ നിയമ സംഹിതങ്ങളിലൊന്നായിട്ട് കണക്കാക്കുന്നത്. അപ്പം ഹമ്മുറാബി എന്ന് പറയുമ്പോൾ പഴയ ബാബിലോണിൻ്റെ രാജാവായിരുന്നു ഹമ്മുറാബി. ഹമ്മുറാബി എന്ത് ചെയ്തു? ഒരു നിയമകോഡ് കൊണ്ടുവന്നു. അതാണ് ലോകത്തിലെ ഏറ്റവും പഴയ നിയമകോഡായിട്ട് കണക്കാക്കുന്നത്. ഏതാണ്? ഹമ്മുറാബിയുടെ നിയമ കോഡാണ്. എന്താണ് ഇനി ഈ നിയമകോഡിൽ പറയുന്നത്? ഈ നിയമകോഡ് പ്രകാരം ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ, ഇപ്പം നമ്മളുടെ ഇന്ത്യക്ക് ഒരു അടിസ്ഥാന നിയമം ഉണ്ട് അല്ലേ? അപ്പോൾ എല്ലാ രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. അപ്പം ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ ആരും ലംഘിക്കാൻ പാടില്ല, ആർക്കും അത് ലംഘിക്കാനുള്ള അധികാരമില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് എന്ത്? കോഡ് ഓഫ് ഹമ്മുറാബി, ഹമ്മുറാബിയുടെ നിയമ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഹമ്മുറാബി എന്ന് പറഞ്ഞാൽ ബാബിലോണിൻ്റെ രാജാവാണ്. ഈ ബാബിലോണിൻ്റെ രാജാവ് എന്ത് കൊണ്ടുവന്നു? ഒരു നിയമ കോഡ് കൊണ്ടുവന്നു. അപ്പോൾ ആ നിയമ കോഡിനെ എന്തായിട്ട് അറിയപ്പെട്ടു? കോഡ് ഓഫ് ഹമ്മുറാബി, അതായത് ഹമ്മുറാബിയുടെ നിയമ കോഡ് എന്നറിയപ്പെട്ടു. ഇനി ആ കോഡിൽ എന്താണ് പറയുന്നത്? ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള നിയമങ്ങൾ ആരും ലംഘിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ആർക്കും അത് ലംഘിക്കാനുള്ള അവകാശം ഇല്ല. ഇതാണ് എന്തിൽ പറയുന്നത്? കോഡ് ഓഫ് ഹമ്മുറാബിയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പാഠഭാഗത്ത് നോക്കാം. ദി കോഡ് ഓഫ് ഹമ്മുറാബി ഈസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ലീഗൽ കോഡ് ഇൻ ദി വേൾഡ്. അതായത് ഈ ഒരു ലോകത്തിലെ ഏറ്റവും പഴയ ലീഗൽ കോഡാണ് ഇത് കോഡ് ഓഫ് ഹമ്മുറാബി എന്ന് പറയുന്നത്. ഹമ്മുറാബി വാസ് ദി റൂളർ ഓഫ് ഏഷ്യൻ ബാബിലോൺ. ഏഷ്യൻ അതായത് പുരാതന ബാബിലോണിൻ്റെ ഭരണാധികാരിയായിരുന്നു ഹമ്മുറാബി. അദ്ദേഹം എത്ര വരെ ഭരിച്ചത്? 1792 മുതൽ 1750 BCE വരെ അദ്ദേഹം ഭരിച്ചു. ദിസ് ലീഗൽ കോഡ് ഡിക്റ്റേറ്റ്സ് that no one has the authority to violate the fundamental laws of the kingdom. അപ്പം ഈ ലീഗൽ കോഡിൽ എന്താണ് പറയുന്നത്? ആർക്കും ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങൾ ലംഘിക്കാനുള്ള അവകാശം ഇല്ല എന്നാണ് ഈ ഒരു കോഡിൽ പറയുന്നത്. ഇനി അടുത്തതാണ് മാഗ്ന കാർട്ട. എന്താണ് മാഗ്ന കാർട്ട? ഇനി മാഗ്ന കാർട്ട എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ മാഗ്ന കാർട്ട എന്ന് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും മാഗ്ന കാർട്ട ഒരു ആളുടെ പേരാണോ, ഒരു വ്യക്തിയുടെ പേരാണോ എന്നൊക്കെ. മാഗ്ന കാർട്ട എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരല്ല, അതൊരു കരാറിൻ്റെ പേരാണ്. അപ്പം എന്താണ് ആ കരാറ്, എങ്ങനെയാണ് ആ കരാറ് വന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. പണ്ട് കാലത്ത് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന ഒരു രാജാവുണ്ട്. ആ രാജാവിൻ്റെ പേരാണ് എന്ത്? ജോൺ. എന്താണ് പേര്? ജോൺ. ഈ ജോൺ എന്ന് പറഞ്ഞിട്ടുള്ള രാജാവ് അവർ നല്ല ഭരണാധികാരിയൊന്നും ആയിരുന്നില്ല. അവരെന്ത് ചെയ്യും? അവരുടെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഭരിച്ചത്. എന്തൊക്കെ ബുദ്ധിമുട്ടാണ് അവരുണ്ടാക്കിയിട്ടുള്ളത്? അവരെന്ത് ചെയ്യും? ആളുകളുടെ ഇടയിൽ നിന്ന് കൂടുതൽ നികുതി ഈടാക്കും. അതുപോലെ തന്നെ അന്യായമായിട്ട് ശിക്ഷകൾ നൽകും. പിന്നെ ആ രാജാവിൻ്റെ അധികാരം അവരെന്ത് ചെയ്യും? ദുരുപയോഗം ചെയ്യും. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അവരെ വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം ജനങ്ങളെ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലായിരുന്നു അവരുടെ ഭരണം. ഈ ഒരു ഭരണ രീതി അവിടെയുള്ള ജനങ്ങൾക്കും അതുപോലെ തന്നെ അവിടെയുള്ള സാമന്തമാർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. സാമന്തമാർ എന്ന് പറഞ്ഞാൽ ആരാണ്? രാജാവിൻ്റെ കീഴിൽ, അതായത് രാജാവിന് സൈനിക സഹായം കൊടുക്കുന്ന ആൾക്കാരാണെന്ത്? സാമന്തമാർ. അപ്പോൾ ഈ സാമന്തമാർ എന്ന് പറഞ്ഞാൽ രാജാവിന് സൈനിക സഹായം കൊടുക്കും, പക്ഷേ ഇവർ വലിയ ഭൂമിയും അതുപോലെ തന്നെ അധികാരമൊക്കെ കൈവശമുള്ള ആൾക്കാരാണ് സാമന്തമാർ. അപ്പം ഇവരാണ് രാജാവിന് എന്ത് കൊടുക്കുന്നത്? സൈനിക സഹായം കൊടുക്കുന്നത്. പക്ഷേ ഇവർക്കും അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങൾക്കും അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഈ സാമന്തമാരെന്ത് ചെയ്തു?
1215 ഈ സാമന്തന്മാരൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് രാജാവിനെ എതിർത്തു. അങ്ങനെ രാജാവിനെ എതിർത്ത് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, രാജാവിനെ റണ്ണിമീഡ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി. എന്താണ് സ്ഥലത്തിൻ്റെ പേര്? റണ്ണിമീഡ്. അപ്പം റണ്ണിമീഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയിട്ട് അവിടുന്ന് അവർ രാജാവിനോട് പറഞ്ഞു, ഞങ്ങളൊരു കരാർ എഴുതിയിട്ടുണ്ട്, ആ കരാറിൽ രാജാവ് ഒപ്പിടണം എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവിന് ആ കരാറിൽ ഒപ്പിടാതെ പറ്റില്ല. കാരണം രാജാവിന് സൈനിക സഹായം കൊടുക്കുന്ന ആൾക്കാരാണ് ഈ സാമന്തന്മാർ. അപ്പോൾ ഈ സാമന്തന്മാർ അല്ലെങ്കിൽ ബാരന്മാർ എന്നാണ് അവരെ പറയുക. അപ്പം അവർ പറഞ്ഞ സ്ഥിതിക്ക് രാജാവിന് പിന്നെ അതിൽ സൈൻ ചെയ്യൽ നിർബന്ധമായി. അങ്ങനെ ആ ഒരു കരാറിനെയാണ് നമ്മൾ, ആ ഒരു രേഖയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. അപ്പം ഈ മാഗ്ന കാർട്ടയിൽ എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടൻറ്, എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളടക്കം, എന്താണ് മാഗ്ന കാർട്ടയിലുള്ള മാഗ്ന കാർട്ടയിലുള്ള കണ്ടൻ്റാണ് ഏതൊക്കെ? രാജാവും നിയമത്തിന് കീഴിലാണ് എന്ന് മാഗ്ന കാർട്ടയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അനുമതിയില്ലാതെ നികുതി ഈടാക്കരുത് എന്ന് മാഗ്ന കാർട്ടയിൽ പറയുന്നുണ്ട്. പിന്നെന്താണ്? നിയമാനുസൃതമായ വിചാരണ ഇല്ലാതെ ശിക്ഷിക്കരുത് എന്ന് പറയുന്നുണ്ട്. പിന്നെ അന്യായ തടവ് അനുവദനീയമല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ സ്വത്ത് സംരക്ഷണത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പിന്നെ നീതി വിൽക്കുകയോ വൈകിക്കുകയോ ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. പിന്നെ സഭയുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ മാഗ്ന കാർട്ടയിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് രാജാവിനോട് സൈൻ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു? ഈ ഒരു സൈൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണ്? രാജാവും നിയമത്തിന് കീഴിലാണ് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്, അതായത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ മാഗ്ന കാർട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കരാറ്. നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം. ദി പീപ്പിൾ ഓഫ് ഇംഗ്ലണ്ട് വേർ ഫെഡ് അപ്പ് വിത്ത് ദി ഓട്ടോക്രസി ഓഫ് ദി മൊണാർക്സ്. ഓട്ടോക്രസി എന്ന് പറഞ്ഞാൽ എന്താ? ഏകാധിപത്യം. മൊണാർക്സ് എന്ന് പറഞ്ഞാൽ ഭരണാധികാരി അല്ലെങ്കിൽ രാജാക്കന്മാർ എന്നാണ് പറയുന്നത്. അപ്പം എന്താണ് ഈ മീനിങ്, എന്താണ് ഈ ഒരു ലൈൻ്റെ? ഇംഗ്ലണ്ടിലെ ജനങ്ങൾ രാജാക്കന്മാരുടെ ഏകാധിപത്യ ഭരണത്തിൽ മടുത്തു. ഇൻ 1215 CE, King John was seized and forced to sign the Magna Carta, a charter against this autocracy. അപ്പം 1215 രാജാവ് ജോണിനെ പിടിച്ചു വെച്ചു. സീസ്ഡ് എന്ന് പറഞ്ഞാൽ പിടിച്ചു വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ ഒരു ഏകാധിപത്യത്തിനെതിരെ ഉള്ള മാഗ്ന കാർട്ട എന്ന കരാറിൽ ഒപ്പിടാൻ രാജാവിനെ നിർബന്ധിതനാക്കി എന്നാണ് പറയുന്നത്. The charter made it clear that the king and the government were not above the law. അപ്പം ഈ കരാറിൽ എന്താണ് പറയുന്നത്? രാജാവും അതുപോലെ തന്നെ സർക്കാരും സർക്കാരൊക്കെ എന്തിന് മുകളിലല്ല? നിയമത്തിന് മുകളിലല്ല. അവർ നിയമത്തിന് താഴെയാണ്. അവർക്ക് നിയമം അവർക്കും ബാധകമാണ് എന്നാണ് ഈ ഒരു കരാറിൽ പറയുന്നത്. ദി മാഗ്ന കാർട്ട ഈസ് കൺസിഡേർഡ് എ മൈൽ സ്റ്റോൺ ഇൻ ദി ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അപ്പം മനുഷ്യാവകാശ ചരിത്രത്തിൽ മാഗ്ന കാർട്ട എന്ന് പറയുന്നത് ഒരു പ്രധാന മൈൽ സ്റ്റോൺ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അടുത്തതാണ് ഗ്ലോറിയസ് റവല്യൂഷൻ. ഏതാണ്? ഗ്ലോറിയസ് റവല്യൂഷൻ. ഗ്ലോറിയസ് റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലോറിയസ് വിപ്ലവം എന്നാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, എന്താണ് ഗ്ലോറിയസ്? എന്താണ് ഗ്ലോറിയസ് എന്ന് വരാൻ കാരണം? ഗ്ലോറിയസ് എന്ന് പറയാൻ കാരണം, ഗ്ലോറിയസിൻ്റെ മീനിങ് എന്താണ്? മഹത്വമുള്ളത് എന്നാണ്. അപ്പം മഹത്വമുള്ള വിപ്ലവം എന്നാണ് ഗ്ലോറിയസ് റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ, മഹത്വമുള്ള വിപ്ലവം. എന്തുകൊണ്ടാണ് ഇതിനെ ഗ്ലോറിയസ് എന്ന് പറയാൻ കാരണം? അതായത് വലിയ രക്തതാപമില്ലാതെ, അതായത് രക്തസാക്ഷികളില്ലാതെ രാജാവിൻ്റെ ഏകാധിപത്യം അവസാനിപ്പിച്ചിട്ട് പാർലമെൻറ്റിൻ്റെ അധികാരം സ്ഥാപിച്ചതിനാലാണ് ഇതിന് നമ്മൾ എന്ത് പറയുന്നത്? ഗ്ലോറിയസ് വിപ്ലവം എന്ന് പറയുന്നത്. കാരണം എന്താണ്? അവിടെ എന്തില്ല? രക്തസാക്ഷികളൊന്നുമില്ല, വലിയ യുദ്ധങ്ങളും കാര്യങ്ങളൊന്നും നടക്കാതെ തന്നെ രാജാവിൻ്റെ ആ ഒരു ഏകാധിപത്യം അവസാനിപ്പിച്ചതുകൊണ്ടാണ് നമ്മളതിനെ ഗ്ലോറിയസ് എന്ന് പറയുന്നത്. ഗ്ലോറിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മഹത്വമുള്ള വിജയമാണ് എന്ത്? ഗ്ലോറിയസ് വിക്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലോറിയസ് എന്ന് പറഞ്ഞാൽ മഹത്വമുള്ള, വിക്ടറി എന്ന് പറഞ്ഞാൽ വിജയം. മഹത്വമുള്ള വിജയം എന്ന് പറയാൻ കാരണം എന്താണ്? അവിടെ വലിയ രക്തസാക്ഷികളും യുദ്ധങ്ങളും വലിയ വലിയ യുദ്ധങ്ങളൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഗ്ലോറിയസ് വിപ്ലവം ഏത് കാലത്താണ് നടക്കുന്നത്? 1688 ഗ്ലോറിയസ് വിപ്ലവം നടക്കുന്നത്. എവിടെയാണത് നടന്നത്? ഇംഗ്ലണ്ടിലാണ് നടന്നത്.
എന്തിനാണ് നടന്നത്, എന്തിനെതിരായിട്ടാണ് അത് നടന്നത്? അവിടെ ഭരിച്ചിരുന്ന രാജാവാണ് ആര്? ജെയിംസ് രണ്ടാമൻ. ഈ ജെയിംസ് രണ്ടാമന് ഒരു ഏകാധിപത്യ രീതിയിലാണ് അവിടെ ഭരിച്ചിരുന്നത്. അങ്ങനെ ഭരിച്ചത് കാരണം അവിടെയുള്ള പാർലമെൻറ്റിൻ്റെ അധികാരം അവഗണിക്കപ്പെട്ടു. ഇതിനെതിരെ പാർലമെൻറ്റും ജനങ്ങളും ശക്തമായിട്ട് പ്രതിഷേധിച്ചു. അങ്ങനെ ജെയിംസ് രണ്ടാമന് രാജ്യം വിട്ടു പോകേണ്ടി വന്നു. അദ്ദേഹം രാജ്യം വിട്ടു പോയതിനു ശേഷം വില്യംസ് ഓഫ് ഓറഞ്ചും അവരുടെ ഭാര്യയായിട്ടുള്ള മേരിയും രാജഭരണത്തിൽ ഏർപ്പെട്ടു. ഇങ്ങനെ ഈ ജെയിംസ് രണ്ടാമൻ രാജ്യം വിട്ടു പോയി. അതുപോലെ തന്നെ വില്യംസ് ഓഫ് ഓറഞ്ചും അതുപോലെ തന്നെ അവരുടെ വൈഫ് മേരിയും രാജഭരണത്തിൽ ഏർപ്പെട്ടത് കാരണം അവിടെ എന്ത് വന്നു? രാജാവിൻ്റെ ഏകാധിപത്യം അവസാനിച്ചു. അതുപോലെ തന്നെ പാർലമെൻറ്റിൻ്റെ അധികാരം വർദ്ധിച്ചു. പിന്നെ രാജാവ് പാർലമെൻറ്റിൻ്റെ നിയന്ത്രണത്തിന് കീഴിലായി. പിന്നെ 1689 ബിൽ ഓഫ് റൈറ്റ്സ് പാസ്സാക്കി. പിന്നെ ഭരണഘടനാപരമായ രാജതന്ത്രങ്ങളൊക്കെ സ്ഥാപിച്ചു. അതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്നാണ് എന്ത് പറയുന്നത്? ഭരണഘടനാപരമായ രാജതന്ത്രത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി. അതൊക്കെ സ്ഥാപിതമായി. നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം. ഇൻ ദി 17th century, several conflicts occurred in England between the Parliament and the monarchs who acted against the interest of the Parliament. അപ്പം ഇതിൽ കോൺഫ്ലിക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംഘർഷങ്ങൾ എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പം ഈ ലൈൻ്റെ മീനിങ് എന്താണ്? 17ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ പാർലമെൻറ്റിൻ്റെയും രാജാക്കന്മാരുടെയും ഇടയിൽ പല സംഘർഷങ്ങളും ഉണ്ടായി. രാജാക്കന്മാരെന്ത് ചെയ്തു? പാർലമെൻറ്റിൻ്റെ താല്പര്യത്തിന് എതിരെ പ്രവർത്തിച്ചിരുന്നു. അടുത്തത്, among these the most important one was the glorious revolution of 1688 CE. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏത്? 1688 നടന്ന ഗ്ലോറിയസ് വിപ്ലവം. ദി ഓട്ടോക്രസി ഓഫ് ദി കിങ് എൻഡഡ്. രാജാവിൻ്റെ ഏകാധിപത്യം അവസാനിച്ചു. ആൻഡ് ദി അതോറിറ്റി ഓഫ് പാർലമെൻറ്റ് ഇൻക്രീസ്ഡ് ത്രൂ ദീസ് റവല്യൂഷൻ. അപ്പം ഈ ഒരു വിപ്ലവത്തിലൂടെ പാർലമെൻറ്റിൻ്റെ അധികാരം വർദ്ധിച്ചു. അതുപോലെ തന്നെ രാജാവിൻ്റെ ഏകാധിപത്യം അവസാനിച്ചു. ദി പവർ ഓഫ് മൊണാർക്സ് കം അണ്ടർ ദി കൺട്രോൾ ഓഫ് പാർലമെൻറ്റ്. രാജാക്കന്മാരുടെ അധികാരം പാർലമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലായി. This led to the formation of constitution that grants power to parliament in England. ഇതുവഴി എന്ത് ചെയ്തു? ഇംഗ്ലണ്ടിൽ പാർലമെൻറ്റിന് അധികാരം നൽകുന്ന ഭരണഘടന രൂപം കൊണ്ടു. അടുത്തതാണ് അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്നാണ് ഇതിൻ്റെ മീനിങ്. അപ്പം ഈ ഒരു കാര്യം നടക്കുന്നത്, അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് നടക്കുന്നത് 18ാം നൂറ്റാണ്ടിലാണ്. അതായത് 1776 നടക്കുന്നത്. ഇത് നടക്കുന്ന സ്ഥലം ഉത്തര അമേരിക്കയാണ്. ഉത്തര അമേരിക്കയിലുള്ള ബ്രിട്ടീഷ് കോളനികളിലാണ് ഇത് നടക്കുന്നത്. അപ്പം ഈ ഉത്തര അമേരിക്കയിൽ 13 കോളനികൾ ബ്രിട്ടീഷിൻ്റെ ഭരണത്തിലായിരുന്നു. അക്കാലത്ത് ബ്രിട്ടീഷിൻ്റെ ഭരണത്തിലായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് രാജാവ് എന്ത് ചെയ്തു? പല തവണ ഇവരെന്ത് ചെയ്തു? ജനങ്ങൾക്കെതിരായിട്ട് പല നിയമങ്ങളും കൊണ്ടുവന്നു. ഇത് അവിടെയുള്ള ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായി തോന്നി. അങ്ങനെ ജനങ്ങൾ എന്ത് ചെയ്തു? അവർ തളരാതെ പോരാടാൻ തീരുമാനിച്ചു. അങ്ങനെ അവരെന്ത് പറഞ്ഞു? ഞങ്ങൾക്ക് സ്വാതന്ത്ര്യവും ന്യായവും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ രാജാവ് ഏത് തെറ്റായ നിയമവും അങ്ങനെ അവരെന്ത് പറഞ്ഞു? അവർക്ക് സ്വാതന്ത്ര്യവും നിയമവും വേണമെന്ന് പറഞ്ഞു. പിന്നെ അവരെന്ത് പറഞ്ഞു? രാജാവിന് എന്ത് തെറ്റ് തീരുമാനം എടുക്കാനുള്ള അവകാശം ഇല്ല. രാജാവ് തെറ്റായ തീരുമാനങ്ങൾ, തെറ്റായ നിയമങ്ങൾ കൊണ്ടുവന്നിട്ട് ഞങ്ങളെ നിയന്ത്രിക്കരുത് എന്നും അവർ പറഞ്ഞു. അതിനായിട്ട് 1777 കോളനികൾ ഒരു പ്രഖ്യാപനം നടത്തി. ഈ പ്രഖ്യാപനം അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്നറിയപ്പെട്ടു. അപ്പോൾ അവരുടെ രാജാവ് എന്ത് ചെയ്തു? ജനങ്ങൾക്ക് എതിരായിട്ട് നിയമങ്ങൾ കൊണ്ടുവന്നു. ആ ഒരു നിയമങ്ങൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായത് കാരണം അവരെന്ത് ചെയ്തു? രാജാവിന് എതിരായിട്ട് ഒരു പ്രഖ്യാപനം കൊണ്ടുവന്നു. ആ പ്രഖ്യാപനമാണ് എന്ത് പറയുന്നത്? അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ന് അറിയപ്പെടുന്നത്.
ഈ പ്രഖ്യാപനം കാരണം അവിടെയുള്ള ജനങ്ങൾ എന്തായി, അവർക്ക് സ്വന്തം ഭരണത്തിന് മേൽ അധികാരമുണ്ടെന്ന് അവർ പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനത്തിൽ എന്തൊക്കെയാണുള്ളത്? അവിടെയുള്ള ജനങ്ങൾക്ക് സ്വന്തം ഭരണത്തിന് മേൽ അധികാരമുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവർക്ക് എന്തുണ്ട്? അവർക്ക് സർക്കാരിനെ മാറ്റാനുള്ള അവകാശം ഉണ്ടെന്നും പറഞ്ഞു. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. 13 നോർത്ത് അമേരിക്കൻ കോളനീസ് അണ്ടർ ബ്രിട്ടീഷ് റൂൾ fought against the wrong policy of Britain. ബ്രിട്ടീഷ് ഭരണത്തിലെ ഉത്തര അമേരിക്കയിലെ 13 കോളനികൾ ബ്രിട്ടൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പോരാടി. ഫോളോയിങ് ദീസ് എ ഡിക്ലറേഷൻ വാസ് മെയ്ഡ് ബൈ ദി കോളനീസ് ഇൻ 1776 CE. ഇതിനുശേഷം എന്ത് ചെയ്തു? 1776 കോളനികൾ ഒരു പ്രഖ്യാപനം നടത്തി. ഇറ്റ് ഈസ് നോൺ ആസ് ദി അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഇതിനെയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ന് പറയപ്പെടുന്നത്. ദിസ് ഡിക്ലറേഷൻ വാസ് ഏബിൾ ടു മേക്ക് ദി പീപ്പിൾ അവെയർ ഓഫ് ദെയർ പവർ ടു റിമൂവ് ദി ഗവൺമെൻറ്. ജനങ്ങൾ സർക്കാർ മാറ്റാനുള്ള അവരുടെ അധികാരത്തെ ബോധ്യപ്പെടുത്താൻ ഈ പ്രഖ്യാപനത്തിന് സഹായിച്ചു. ഇറ്റ് ഈസ് ആൾസോ ലെഡ് ടു ഫ്രെയിമിംഗ് ഓഫ് ദി അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇതിലൂടെ ലോകത്തിലെ ആദ്യ എഴുത്തുപരമായ ഭരണഘടനയായ അമേരിക്കൻ ഭരണഘടന രൂപപ്പെട്ടു. അടുത്തതാണ് ഫ്രഞ്ച് റവല്യൂഷൻ. 1789 ഫ്രാൻസിലെ ജനങ്ങൾ എന്ത് ചെയ്തു? ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി, അതായത് സ്വാതന്ത്ര്യം, സമത്വം ആൻഡ് സാഹോദര്യത്വം എന്ന മുദ്രാവാക്യം ഉയർത്തി വിപ്ലവം നടത്തി. ഈ വിപ്ലവം പരമാധികാരം രാജാവിനല്ല ജനങ്ങൾക്കാണെന്ന സിദ്ധാന്തം അംഗീകരിച്ചു. എന്താണ് ഇപ്പോൾ പറയുന്നത്? ഫ്രഞ്ച് വിപ്ലവത്തിൽ 1789 ഫ്രാൻസിലെ ജനങ്ങൾ ഒരു വിപ്ലവം നടത്തി. ആ വിപ്ലവത്തിലുള്ള മുദ്രാവാക്യമാണ് എന്ത്? ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. ലിബർട്ടി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം, ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ സമത്വം, ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞാൽ സാഹോദര്യത്വം. ഇതാണ് ആ വിപ്ലവത്തിലെ മുദ്രാവാക്യം. ഇങ്ങനെ ഈ ഒരു സമരം കാരണം അവരെന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടെയുള്ള പരമാധികാരം രാജാവിനല്ല, അത് പിന്നെ ആർക്കാണ്? ജനങ്ങൾക്കാണെന്നാണ് അവരുടെ ആ വിപ്ലവം വഴി അവർ പറയുന്നത്. ഇതോടെ എന്ത് ചെയ്തു? ഫ്രാൻസിലൊരു ഭരണഘടന രൂപപ്പെട്ടു. ഈ ഭരണഘടന രൂപപ്പെട്ടത് കാരണം രാജാവിൻ്റെ അധികാരം എന്തായി? ഭരണഘടനക്ക് കീഴിലായി. അപ്പം ഇതാണ് ഫ്രാൻസ് വിപ്ലവം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം. It is in 1789 that people of France revolted, raising the slogan Liberty, Equality, Fraternity. 1789 ഫ്രാൻസിലുള്ള ജനങ്ങൾ എന്ത് ചെയ്തു? ഒരു വിപ്ലവം നടത്തി. ആ വിപ്ലവത്തിലുള്ള സ്ലോഗനാണ് സ്വാതന്ത്ര്യം, സമത്വം ആൻഡ് സാഹോദര്യം എന്നുള്ളത്. This revolution gave acceptance to the principle that supreme power rests with the people, not with the king. ഈ വിപ്ലവം രാജാവിന് മുകളിലല്ല പരമാധികാരം ജനങ്ങളുടെ കൈവശമാണ് എന്ന സിദ്ധാന്തം അംഗീകരിച്ചു. വിത്ത് ദീസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ഫോംഡ് ഇൻ ഫ്രാൻസ്. ഇതിലൂടെ ഫ്രാൻസിലൊരു ഭരണഘടന രൂപപ്പെട്ടു. മേക്കിംഗ് ദി പവേഴ്സ് ഓഫ് കിങ് സബോർഡിനേറ്റ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ. രാജാവിൻ്റെ അധികാരം ഭരണഘടനയുടെ കീഴിൽ വന്നു. From the above historical events, it is clear that a unified code of law is essential for the welfare and progress of the people. അപ്പോൾ നമ്മൾ മുകളിൽ കുറേ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സ് പറഞ്ഞു അല്ലേ, ചരിത്ര സംഭവങ്ങൾ പറഞ്ഞു. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് വ്യക്തമാകുന്നത്? ജനങ്ങളുടെ ക്ഷേമത്തിനും പുരോഗതിക്കുമായി ഏകീകൃത നിയമ കോഡ് അനിവാര്യമാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഒരു ഏകീകൃത നിയമ കോഡ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ രാജാക്കന്മാരൊക്കെ ഭരണാധികാരികൾ എന്ത് ചെയ്യും? ജനങ്ങളെ അടിച്ചമർത്താനും ജനങ്ങൾക്ക് നീതിപരമല്ലാത്ത രീതിയിൽ ജനങ്ങളെ ഭരിക്കാനും തുടങ്ങും. അപ്പം ഒരു നീതിപരമായിട്ട് ഭരിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ രാജ്യത്തും എന്ത് വേണം? ഒരു ഏകീകൃത നിയമ കോഡ് അത്യാവശ്യമാണ്.
ദി സ്ട്രഗിൾ ഓഫ് ദി പീപ്പിൾ എഗെയിൻസ്റ്റ് ഓപ്പറേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ലെഡ് ടു ദി ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം ഈ രാജാക്കന്മാരുടെ പീഡനത്തിനും ചൂഷണത്തിനൊക്കെ എതിരെയുള്ള ജനങ്ങളുടെ പോരാട്ടമാണ് എന്തുണ്ടാവാൻ കാരണം, ഭരണഘടന രൂപപ്പെടാൻ കാരണം. കാരണം എന്താ, ഈ രാജാക്കന്മാർ അവർക്ക് തോന്നിയ പോലെ ഭരിക്കും, ഇത് സാധാരണ ജനങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറമാവും. അപ്പം അവരെന്ത് ചെയ്തു, അതിന് എതിരെ പോരാടി. അടുത്തതാണ് കംപ്ലീറ്റ് ദി വർക്ക്ഷീറ്റ്. അപ്പോൾ ഈ വർക്ക്ഷീറ്റിൽ ഫസ്റ്റ് നമുക്ക് തന്നത് ദി പവേഴ്സ് ഓഫ് കിങ് വേർ സബ്ജക്റ്റഡ് ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അത് ഏത് വിപ്ലവത്തിലാണ് നടന്നത്, ഫ്രഞ്ച് റവല്യൂഷനിലാണ് നടന്നത് അല്ലേ. അടുത്തത് ദി വേൾഡ്സ് ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ലോകത്തിലെ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഏത് വിപ്ലവത്തിലാണുള്ളത്, അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, അതായത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഉള്ളത്. ഇനി അടുത്തത് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ലീഗൽ കോഡ് ഇൻ ഹിസ്റ്ററി. ഏതാണ്, കോഡ് ഓഫ് ദി ഹമ്മുറാബി ആണ് ഓൾഡ് ലീഗൽ കോഡ്. അടുത്തത് ദി കിങ്സ് ഓട്ടോക്രസി എൻഡഡ് ആൻഡ് ദി പവർ ഓഫ് ദി പാർലമെൻറ്റ് ഇൻക്രീസ്ഡ്. കിങ്ങിൻ്റെ ഏകാധിപത്യം അവസാനിച്ചിട്ട് പാർലമെൻറ്റിൻ്റെ പവർ കൂടിയിട്ടുള്ളത് ഏത് വിപ്ലവത്തിലാണ്, ഗ്ലോറിയസ് റവല്യൂഷനിലാണ്. അടുത്തത് മൈൽ സ്റ്റോൺ ഇൻ ദി ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യാവകാശത്തിൽ ഒരു നായികക്കല്ലായിട്ട് വന്നത് ഏതാണ്, മാഗ്ന കാർട്ട.